സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊമ്പൻ ബസ്സുമായിട്ടാണ് ഗൈസ്. നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ നമ്മളിതാ കൊമ്പൻ്റെ മോഡും കൂടെ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ മൂന്നാമത്തെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ വീഡിയോ ആണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നെടുക്കുന്ന വണ്ടിയാണ് കൊമ്പൻ ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ വ്യൂ ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് ഗൈസ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മുടെ പാസഞ്ചേഴ്സ് അവിടെ വെയിറ്റിംഗ് ആണ്. ഓക്കെ നമ്മളിപ്പം നമ്മുടെ വണ്ടിയിൽ നേരെ ഇനി അവരെ എടുക്കാനായിട്ട് പോവാണ് ഗൈസ്. ഗൈസ് പിന്നെ കൊമ്പൻ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. കൊമ്പൻ ഫാൻസ്, ഞാനൊരു കൊമ്പൻ ഫാൻ തന്നെയാണ് ഗൈസ്. ഓക്കെ നമ്മളിത് നമ്മുടെ സ്റ്റാൻഡിൻ്റെ പുറത്തേക്ക് പോവുകയാണ്, ഇറങ്ങുകയാണ് ഗൈസ്. ഓക്കെ ഇതേ കുറേ പിള്ളേരൊക്കെ ഗൈസ് അവിടെ കിടന്ന് കൈയൊക്കെ കാണിക്കുന്നുണ്ട്. ഹായ് ഹായ് ഗൈസ്. എനിക്ക് തോന്നുന്നത് കൊമ്പൻ ഫാൻസ് ആണെന്നാണ്. പിന്നെ ഗൈസ് നിങ്ങൾക്ക് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ ഏത് ബസ്സാണ് നമ്മുടെ ഈ ഗെയിമിൽ ഓടിക്കാൻ ഏറ്റവും ഇഷ്ടമെന്നും താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ ഗൈസ് പിന്നെ നിങ്ങൾക്ക് ടൂറിസ്റ്റ് ബസ്സിൽ ഏറ്റവും ഇഷ്ടമുള്ള ടൂറിസ്റ്റ് ബസ് ഏതാണെന്നും താഴെ കമൻറ്റ് ചെയ്യും. എൻ്റെ ടൂറിസ്റ്റ് ബസ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടൂറിസ്റ്റ് ബസ് കൊമ്പനാണ് ഗൈസ്. നിങ്ങളുടെ ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യണം. പിന്നെ ഗൈസ് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. നമ്മൾ ഗോ ടു 1K സബ്സ്ക്രൈബേഴ്സ് ആണ് ഗൈസ്. എല്ലാവരും സബ് ചെയ്യണം ഗൈസ്. സബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം ഗൈസ്. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ദൂരത്തെത്തിയിട്ടുണ്ട് ഗൈസ്. ഇത് കുറച്ച് ബാങ്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. പിന്നെ നല്ല സുഖമുണ്ട് കേട്ടോ, വണ്ടി ഓടിക്കാൻ നല്ല സുഖമൊക്കെയാണ്. ഇടിക്കരുത്. ഓക്കെ ജസ്റ്റ് മിസ് ഗൈസ്. അവിടെ ജസ്റ്റ് മിസ് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഇടിക്കേണ്ടതായിരുന്നു. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ കൊമ്പൻ്റെ ഒരു ബസ്സിൻ്റെ വീഡിയോ നേരത്തെ വരേണ്ടതായിരുന്നു ഗൈസ്. എൻ്റെ കയ്യിലുണ്ട മോഡ് ഡിലീറ്റായി പോയി ഫുള്ള്. നമ്മുടെ ബസ് സിമുലേറ്ററിൽ നിന്ന് ഫുൾ ഡിലീറ്റായി പോയി മോഡുകൾ. പിന്നെ ഞാൻ എല്ലാം റീസ്റ്റോർ ചെയ്തപ്പം എനിക്ക് കൊമ്പൻ്റെ മാത്രം കിട്ടിയില്ല. പിന്നെ ഞാൻ കുറേ തിരഞ്ഞിട്ടാണ് എനിക്ക് കൊമ്പൻ്റെ മോഡ് കിട്ടിയത്. അപ്പോൾ കിട്ടിയപ്പോഴാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുവാണ് ഗൈസ്. സോ ഗൈസ് ഇപ്പോൾ നമ്മളിത് നമ്മുടെ കുറച്ച് ദൂരത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ പാസഞ്ചേഴ്സ് ഇവിടെ എവിടെയോ അടുത്തെങ്ങാട്ടാണ് ഗൈസ്. ഓക്കെ ഞാൻ ചെറുതായിട്ടും വ്യൂ മാറ്റിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് കേട്ടോ നമ്മുടെ കൊമ്പൻ്റെ ഫുൾ ഒരു വ്യൂ. പക്ഷെ എങ്ങനെയുണ്ട് നമ്മുടെ ബസ്സിന് താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഉള്ള ബസ്സല്ലേ? അയ്യോ ഇടിക്കരുത്, കൊമ്പൻ ഇടിച്ചാൽ അതൊരു പണിയാവും. അതുകൊണ്ട് നമ്മൾ ഇടിപ്പിക്കുന്നില്ല. ശേ ഞാൻ ഓട്ടേക്കൊന്ന് വിചാരിച്ചത്. ട്രാഫിക്ക് മാറി ഗൈസ്. അയ്യോ സൈഡിലോട്ട് കയറിപ്പോവില്ല, സൈഡിലോട്ട് കയറിപ്പോവില്ല. ഓക്കെ ഓക്കെ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഓക്കെ ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ വളച്ചിട്ടുണ്ട്. ഇവിടേക്ക് വേറൊരു ടൈപ്പ് റോഡാണ്, സാധാരണ നമ്മുടെ ഇങ്ങനത്തെ ടാർ റോഡല്ല. ബസ് നമുക്ക് ഓവർടേക്ക് നൈസായിട്ട് കയറിയൊക്കെ, ഇല്ലെങ്കിൽ ഇവന്മാരിവിടെ നിർത്തിയേ കയറത്തുള്ളൂ. നമ്മൾ സിഗ്നലൊന്നും നോക്കുന്നില്ല. നമുക്ക് സൈഡിലോട്ടായിരുന്നല്ലേ. ഞാൻ മാപ്പ് നോക്കിയപ്പോഴാണ് കണ്ടത് നമ്മൾ സൈഡിലോട്ടായിരുന്നു. ഓക്കെ ഇവിടുന്ന് നമുക്ക് ഇപ്പുറം സൈഡിലോട്ട് കയറണം ഗൈസ്. റൈറ്റിലോട്ട് കയറണം നമുക്ക്. അവിടുന്ന് വണ്ടി വന്നാൽ നമ്മൾ ഇടിക്കും, അവരൊക്കെ ഉറപ്പാണ്. വണ്ടി ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല ഗൈസ്, അവിടെ വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ആ സൈഡിൽ നിന്ന് ഗൈസ്. പിന്നെ മഴ തുടങ്ങിയായിരുന്നു, ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയി. മഴ തുടങ്ങിയായിരുന്നു. നമ്മളിതേ വൈപ്പറൊക്കെ ഇട്ടിട്ടുണ്ട്, ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ലൈറ്റ് അങ്ങ് തെളിയുന്നില്ല, എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. ഓക്കെ നമ്മൾ നമ്മുടെ ആൾക്കാരെ എടുക്കേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. അവരവിടെ കൈയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട് ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ കുറച്ച് മാസമായിട്ട് കൊണ്ട് നമ്മുടെ വണ്ടി നിർത്താൻ പോണ. ഓക്കെ ഓക്കെ ഇടിക്കരുത്. ഓക്കെ ഗൈസ് നല്ല ലുക്ക് നമ്മുടെ വണ്ടി കണ്ടിട്ട് ഗൈസ്. സെറ്റപ്പ് ലുക്കാണ് ഗൈസ് നമ്മുടെ വണ്ടി. കിടിലം. ഇടിക്കരുത് ഇടിക്കരുത്. ഓക്കെ ഓക്കെ ഗൈസ് അപ്പോൾ നമ്മളിത് നമ്മുടെ വണ്ടി ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഒരാൾക്കാരെയും കയറട്ടെ. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ അവരെല്ലാം കയറിയിട്ടുണ്ട്. ഓക്കെ നമ്മൾ നമ്മുടെ ട്രിപ്പ് ഇത് അവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ് ഗൈസ്. ഇവിടെ നിന്ന് വളച്ച് നമുക്ക് നമ്മുടെ ടാറിങ് റോഡിലോട്ട്, നമ്മുടെ മെയിൻ റോഡിലോട്ട് ചെല്ലണം. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മുടെ സ്ഥലത്തേക്ക് പോകുന്നത് ഗൈസ്. ഗൈസ് ഇവിടെ സൈഡിലൊക്കെ നല്ല നല്ല മരങ്ങളൊക്കെ ഉണ്ട്, കിള്ളം മരങ്ങൾ. മഴ ഇതുവരെ നിന്നിട്ടില്ല ഗൈസ്, എന്താണെന്ന് അറിയത്തില്ല. മഴ ഇതുവരെ നിന്നിട്ടില്ല. നമ്മളേതായാലും വൈപ്പറും ലൈറ്റൊക്കെ ഇട്ടാണ് നമ്മൾ പോകുന്നത്.
ഓക്കെ ഗൈസ്, ഇതുവരെ ഷോർട്ട് കട്ടാണ്. അപ്പോൾ നമ്മൾ ഷോർട്ട് കട്ട് എടുത്ത് പോവാണ്. ഇതുവരെ മെയിൻ റോഡിലോട്ട് എല്ലാം ഷോർട്ട് കട്ടാണ് ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഇതിലേ കൂടെ ചെന്നാണ് നമ്മൾ അങ്ങോട്ട് വരുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളത് ഈ പെട്രോൾ പമ്പിൽ തൊട്ട് ഫ്രണ്ടിലാണ് ഗൈസ് നമ്മുടെ മെയിൻ റോഡ്. ഗൈസ് ദേ അവിടെ ഒരു ബോർഡ് കണ്ടോ? നമ്മുടെ മെയിൻ റോഡിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ മെയിൻ റോഡ് കേട്ടോ. ഓക്കെ, നമുക്ക് നമ്മുടെ ലെഫ്റ്റ് തിരിഞ്ഞു പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ലെഫ്റ്റൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. സെറ്റപ്പായിട്ട് നമുക്ക് നേരെ ഓടിക്കാം ഗൈസ്. പിന്നെ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഗൈസ്, വേറെ ഒന്നുമല്ല, നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കുറേ ഗൈസ് കറക്റ്റ് ഒരു ഏതാ ബസ് എന്നൊക്കെ നോക്കി വേണം നമ്മൾ എടുക്കാൻ വേണ്ടി ഗൈസ്. മാത്രമല്ല മോഡ് കിട്ടാനൊക്കെ കുറച്ച് പണി ഉണ്ടായിരുന്നു. അത് നമ്മൾ വീഡിയോ ഇടാൻ വൈകിയത്. ഓക്കെ ഗൈസ്, ഇപ്പം ഏതായാലും ഒരാഴ്ചയിൽ, അതായത് എല്ലാ ഞായറാഴ്ച ഞാൻ വീഡിയോ ഇടുന്നതായിരുന്നു ഗൈസ്. ഒരു കൂടിപ്പോയ 6 ദിവസമൊക്കെ കഴിയുമ്പോൾ ഞാൻ വീഡിയോ ഇടും. ബട്ട് ഗൈസ് ഇപ്പോൾ എനിക്ക് ഞായറാഴ്ച ഇടാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പം മൺഡേയിലോട്ട് മാറ്റിയത് ഗൈസ്. ഓക്കെ ഗൈസ്. പിന്നെ നല്ല കിടിലം മഴയാണ്. ഇതുവരെ നമ്മുടെ മഴ നിന്നിട്ടില്ല. സോ തന്നെ മഴ നിൽക്കത്തേണ് ഞാൻ നോക്കുന്നത്. നമ്മൾ കുറേ ദൂരത്തെത്തി, എന്നിട്ട് മഴ നിന്നിട്ടില്ല ഗൈസ്. നമ്മുടെ സ്മൈലിയൊക്കെ എവിടെ നിന്ന് ചിരിക്കുന്നു പാടുന്നൊക്കെ ഉണ്ട്. നല്ല കാറ്റൊക്കെ ഉണ്ട് ഗൈസ്. ഇത് കണ്ടോ? നമ്മുടെ നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ തൂക്കിയിട്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം കിടന്ന് ആടുന്നൊക്കെ ഉണ്ട്. മഴ കാരണമായിരിക്കും ഗൈസ്. മഴ നിന്നെന്ന് തോന്നുന്നു. ഗൈസ് നമ്മുടെ മഴ നിന്നിട്ടുണ്ട്. നമ്മുടെ സ്മൈലിയുടെ കാട്ടൊക്കെ നിന്ന് ഗൈസ് കണ്ടോ? എന്നാലും ചെറുതായിട്ടൊക്കെ ആടുന്നുണ്ട്. അത് കാറ്റ് കാരണമായിരിക്കും ഗൈസ്. ഗൈസ് ഇപ്പോൾ റോഡ് മൊത്തം വെള്ളമാണ്. ഓക്കെ ഗൈസ്, പിന്നെ ഇതിലേ കൂടെയൊക്കെ വണ്ടി ഓടിക്കാൻ നല്ല പാടുണ്ട് ഗൈസ്. നല്ല പാടാണ്, കാരണം നല്ല ട്രാഫിക്കാണ് ഗൈസ്. ഓക്കെ വളച്ചു ഗൈസ്. ഇപ്പം നമ്മുടെ വ്യൂ മാറ്റിയപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്? നമ്മുടെ വണ്ടി സെറ്റപ്പ് അല്ലേ? സെറ്റപ്പാണ് ഗൈസ്. നമ്മുടെ വണ്ടിയുടെ ലുക്ക് ഇഷ്ടപ്പെട്ട ഉറപ്പായിരിക്കും ഗൈസ്. നിങ്ങൾ ലൈക്ക് അടിക്കണം ഗൈസ്. ലുക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കണം ഗൈസ്. അയ്യോ, സൈഡിലോട്ട് പോവില്ല. അവിടുന്ന് വണ്ടി വരുന്നുണ്ട്. ഓക്കെ, ഇടിക്കരുത്. ഇടിച്ചില്ല, രക്ഷപ്പെട്ടു. ജസ്റ്റ് മിസ്സിന് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഈ റോഡ് നല്ല കിടിലായിട്ട് കേട്ടോ. നമ്മുടെ മഴ നിന്നപ്പോൾ നല്ല സെറ്റപ്പ് റോഡായിട്ടുണ്ട് ഇത്. ഇവിടെ റോഡ് പണിയൊക്കെ നടപ്പുണ്ട്. സൈഡിൽ കുറച്ച് റോഡ് പണിയൊക്കെ നടപ്പുണ്ട്. അവർ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. അവിടെ കവർ ചെയ്ത് അങ്ങോട്ട് വണ്ടി കയറ്റാതിരിക്കാൻ വേണ്ടി അവിടെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അറിയാതെ കുഴിയിലോട്ട് പോയി ഗൈസ്. ബസ് ഓടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. നല്ല പാടാണ് നമുക്ക് വണ്ടി ഓടിക്കാനൊക്കെ ഗൈസ്. പിന്നെ നിങ്ങൾക്ക് ഏത് വണ്ടിയാണ്, അതായത് ബസ്സാണോ കാറാണോ ടിപ്പറാണോ, ഏതാണ് നിങ്ങൾക്ക് ഈ ഗെയിമിൽ ഓടിക്കാൻ ഏറ്റവും സുഖമെന്ന് കൂടെ താഴെ കമൻറ്റ് ചെയ്യും. യെസ്, ഞാനിപ്പോൾ കാർ ഓടിച്ചിട്ടുണ്ട്, അതുപോലെ ബസ് ഓടിച്ചിട്ടുണ്ട്. ടിപ്പറൊന്നും അധികം അങ്ങനെ ഓടിച്ചിട്ടില്ല. എനിക്ക് ഏതായാലും ഗൈസ് ഞാൻ ടിപ്പർ ഓടിച്ചിട്ടുണ്ട് കേട്ടോ. ടിപ്പറും ഒന്ന് ഓടിച്ചിട്ടുണ്ട്. ഒരൊറ്റ തവണ ഞാൻ ടിപ്പർ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ കാർ ഞാൻ കുറേ തവണ ഓടിച്ചിട്ടുണ്ട്. ബസ്സും കുറച്ച് ഓടിച്ചിട്ടുണ്ട്. ബസ് ഇപ്പോൾ കുറേ ആയിട്ടുണ്ട് ഓടിച്ച്. ഏറ്റവും കൂടുതൽ ഞാൻ ഓടിച്ചിരിക്കുന്ന ബസ്സാണ് ഗൈസ്. ഞാൻ ബസ്സാണ് ഓടിച്ചിരിക്കുന്നത്. പക്ഷെ എനിക്ക് കുറച്ച് ഇഷ്ടം ബസ്സാട്ടോ ഓടിക്കാൻ. ടിപ്പറും കാറ് ബൈക്ക് അതിനെല്ലാം ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം ബസ് ഓടിക്കാനാണ്. ബസ്സാണ് സുഖം. ഓക്കെ ഗൈസ്, ഇപ്പം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സ് ഒക്കെ കുറേ ഉണ്ടായിരിക്കും. നിങ്ങളത് കാര്യം വെക്കാനൊന്നും പോകണ്ട ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരത്തെത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ആൾക്കാരെ കൊണ്ടുവിടാനുള്ളത് നമ്മുടെ സ്ഥലത്ത് എത്താറായിട്ടുണ്ട് ഗൈസ്. ഞാൻ പകുതിയോളം കട്ടിച്ച് വിട്ടിട്ടുണ്ട് ഗൈസ്. നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. തട്ടല് ജസ്റ്റ് മിസ് തട്ടിയിട്ടില്ല. ഓക്കെ പക്ഷെ ഇവിടെ ഇഷ്ടംപോലെ പോസ്റ്റ് ഉണ്ട് ഗൈസ്. അതുകൊണ്ട് ഇവർക്ക് ലൈറ്റിൻ്റെ ഒരു ക്ഷാമമില്ല ഗൈസ്. ഇഷ്ടംപോലെ ലൈറ്റിൻ്റെ പോസ്റ്റ് ഉണ്ട്. പിന്നെ കറണ്ടില്ലേ പണി കിട്ടും, അത് വേറെ കാര്യം. പിന്നെ സൈഡിൽ കുറേ കൃഷികളൊക്കെ ഉണ്ട് ഗൈസ്. തെങ്ങ്, വാഴ, കുറേ മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. എന്ത് മരങ്ങളാണെന്ന് എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടി ചെറുതായിട്ട് അവിടെ നിന്ന് പോയി. എന്നാ പറ്റിയാണെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. എന്നാലും ഇപ്പോൾ ഓണായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ കുഴപ്പമില്ലാതെ നമുക്ക് വണ്ടി ഓടിക്കാനൊക്കെ പറ്റുന്നുണ്ട് ഗൈസ്.
ഗൈസ് അപ്പോൾ സൈഡിലൊക്കെ കുറച്ച് റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. റെസ്റ്റോറൻ്റ് ആണെന്നൊക്കെ തോന്നുന്നു ഗൈസ്. ഒരു വണ്ടിയെ കിടപ്പുള്ളൂ. പിന്നെ ഇവിടെ കുറേ പോസ്റ്റൊക്കെ ഉണ്ട് ഗൈസ്. അതുകൊണ്ട് ഇവർക്ക് ലൈറ്റിൻ്റെ ഒരു ക്ഷാമവും ഇല്ല. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ലൈറ്റിൻ്റെ ഒരു ക്ഷാമവും ഇല്ല ഗൈസ് ഇവർക്ക്. പിന്നെ ഇവിടെയും കുറേ പരസ്യമൊക്കെ മണ്ടേ പോകുന്നുണ്ട് ഗൈസ്. ജ്യൂസിൻ്റെയൊക്കെയാന്ന് തോന്നുന്നു പരസ്യമൊക്കെ പോകുന്നുണ്ട്. ഇത് അങ്ങോട്ടൊരു പുതിയ വഴി വരുന്നുണ്ട് ഗൈസ്. നല്ലൊരു സ്ഥലം കേട്ടോ ഇത്. ഞാൻ സ്ഥലം നോക്കി പോയ അവസാനം വണ്ടി എവിടെയെങ്കിലും ഞാൻ തിരിച്ചാനെ. കുറേ പരസ്യമൊക്കെ മണ്ടേ പോകുന്നുണ്ട്. ദേ തെങ്ങ്, സൈഡ് തെങ്ങ്, ഗീസ് കൃഷികളൊക്കെയാന്ന് തോന്നുന്നു. ഞാൻ ചെറുതായിട്ട് വ്യൂ ഒന്ന് മാറ്റിയിട്ടുണ്ട് ഗീസ്. വ്യൂ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇടിക്കരുത്. ഓക്കെ, എങ്ങനെയുണ്ട്? കിടില സ്ഥലമാണ് ഗീസ് ഇത്. ഗീസ് ഈ സ്ഥലം ഇഷ്ടപ്പെടാൻ നിങ്ങൾ ഉറപ്പായിട്ടും ഗീസ് കമൻറ്റ് ചെയ്യണം. സ്ഥലം ഇഷ്ടപ്പെടാൻ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗീസ് എങ്ങനെയുണ്ടെന്ന്. ഗീസ് പിന്നെ ആരും സബ് ചെയ്യാൻ മറക്കരുത് ഗീസ്, സബ് ചെയ്യണം. ഓക്കെ ഗീസ്, സൈഡിൽ വെള്ളമൊക്കെ ഉണ്ട്. വെള്ളം, അയ്യോ തോടാന്ന് തോന്നുന്നു. വണ്ടി ചെറുതായിട്ട് അവിടെ കയറിപ്പോയി. ഗീസ് അങ്ങോട്ടൊരു വഴിയുണ്ട് ഗീസ്. അപ്പോൾ നമ്മുടെ ആ ഒരു ഇവർ കാണാൻ വന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ് ഗീസ് ഇത്. കിടിലം വഴിയാണ്. നമ്മൾ റോങ് സൈഡ് പിടിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് പിടിച്ചിട്ടുണ്ട് വണ്ടി. അവിടെ നിന്ന് വണ്ടി വന്ന് നമ്മൾ വിടും. അപ്പോൾ അങ്ങോട്ട് വഴി ബ്ലോക്ക്ഡാണ്. അപ്പം നമുക്ക് സൈഡിലോട്ട് വഴിയുണ്ട്. സാധ്യത ഞാൻ വിചാരിച്ച വഴിയില്ലെന്നാണ്, വഴിയാണെന്ന് മനസ്സിലായി. ഓക്കെ, ഇതാണ് കേട്ടോ എൻട്രൻസ്. ഇതാണ് എൻട്രൻസ്. നമുക്ക് അവിടെ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് നമുക്കും ഇതെന്താണെന്നൊക്കെ ഒന്ന് പോയി കണ്ടിട്ടൊക്കെ വരാം. ഓക്കെ, വണ്ടി ഇവിടെ നിർത്താം. പക്ഷെ ഇവിടെ ആളൊന്നും അധികം ഇല്ല കേട്ടോ. ആൾക്കാരൊന്നും അധികം ഇല്ല. ഇവരൊക്കെ ഒന്ന് ഇറങ്ങട്ടെ ഗീസ്, ഇവരിറങ്ങട്ടെ. ഓക്കെ, ഇപ്പോൾ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമുക്കും ഇനി ഇറങ്ങാം. എന്നിട്ട് നമുക്ക് പോയി ചായയൊക്കെ കുടിച്ച് സ്ഥലമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്കും വരാം ഗൈസ്. അപ്പം ഞാനിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഗീസ്. അവിടെ ഒരു നല്ല കിടില സ്ട്രീറ്റ് ഉള്ളതാണ് ഗീസ് ഞാൻ അറിഞ്ഞത്. ഓക്കെ, നമുക്ക് ആ സ്ട്രീറ്റിലോട്ട് പോയിട്ട് ഗീസ് ഇതാണ് കേട്ടോ സ്ട്രീറ്റ്. ഗീസ് നല്ല സെറ്റപ്പ് സ്ട്രീറ്റാണ് ഗീസ്. കുറേ ടോയ്സ് ഒക്കെ ഇപ്പോൾ ഉണ്ട്. ഏതായാലും ഞാൻ അവിടെയൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് നേരെ ബസ്സിനെടുത്തിട്ട് വരാം ഗീസ്. അപ്പം ഞാൻ നമ്മുടെ ചായ എല്ലാം കുടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഇത് അപ്പുറത്താണ് കേട്ടോ ചായക്കട. സെറ്റപ്പായിരുന്നു ഗൈസ്, നല്ല കിടിലൻ ചായ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ വണ്ടിക്കാതെ തന്നെ വെയിറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇത് അവരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർ കയറട്ടെ ഗൈസ്. ഇപ്പോൾ എല്ലാവരും കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടിയും കൊണ്ട് ഇനി അവരെ തിരിച്ചു കൊണ്ടേ വിടാം ഗൈസ്. പിന്നെ നമ്മുടെ വണ്ടി ചെറുതായിട്ടൊക്കെ ആ സൈഡിലൊന്ന് ചെറുതായിട്ട് ഇടിച്ചായിരുന്നു ഗൈസ്. അതുകൊണ്ടാണ് നമ്മുടെ ലൈഫ് 94% ലൈഫുള്ളൂ. ഓക്കെ ഗൈസ്. അപ്പോൾ ഇതെന്താ സ്ഥലവും ഇതെന്താ സംഭവം എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ ഗൈസ്. എന്താണെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായില്ല. എന്നാലും ഇവിടെ കുറേ സ്ട്രീറ്റൊക്കെ ഉണ്ട് ഗൈസ്. ഫുഡ് സ്പോട്ടുകളൊക്കെ കുറേ ഉണ്ട്. നെക്സ്റ്റ് ടൈം ഇവിടെ വരുമ്പോൾ ഗൈസ് കുറച്ച് ഫുഡൊക്കെ അടിക്കണം. തവണ ഞാൻ അധികം ക്യാഷ് ഒന്നും എടുത്തില്ലായിരുന്നു ഗൈസ്. അതുകൊണ്ട് തന്നെ അധികം ഫുഡൊന്നും അടിച്ചില്ല. ഓക്കെ ഗൈസ്, കറക്റ്റായിട്ട് വളയ്ക്കണം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വളച്ചിട്ടുണ്ട്. സൈഡിൽ കണ്ടോ മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ നെല്ലൊക്കെ ഗൈസ് നല്ല സെറ്റപ്പായിട്ട് അവിടെ നിൽപ്പുണ്ട് ഗൈസ്. സൈഡ് വ്യൂ നല്ല കിടിലമാണ് ഗൈസ്. സൈഡ് വ്യൂ കിടിലമാണ്. പിന്നെ ഗൈസ് ഞാനിപ്പോൾ കൊമ്പൻ ദാവൂദാണ് എടുത്തിരിക്കുന്ന ബസ്. അതുപോലെ നിങ്ങൾക്ക് ഞാൻ വേറെ ഏതെങ്കിലും ബസ് എടുത്ത് കൊമ്പൻ്റെ തന്നെ വേറെ ബസ് എടുത്ത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം ഗൈസ്. ഞാൻ വേണേൽ അധോലോകോ പിന്നെ എന്താ അധോലോകം യോദ്ധാവ് ഏത് വേണമെങ്കിൽ ഞാൻ എടുക്കാം. മൂഡ് കിട്ടും അതുകൊണ്ട് ഞാൻ എടുത്തേക്കാം. ഇപ്പം എനിക്ക് മൂഡ് കിട്ടുന്നുണ്ട് ഗൈസ്, കുഴപ്പമൊന്നുമില്ലാതെ. എന്താണെന്നറിയില്ല ഗൈസ്, മൂഡൊക്കെ പെട്ടെന്ന് ഡിലീറ്റ് ആയി പോയായിരുന്നു. അതാണ് വീഡിയോ വരാനായിട്ട് കുറച്ച് ലാഗായത്. ഇതേ മണ്ടേ പിന്നെയും പരസ്യം. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ കണ്ട ആ സെയിം പരസ്യം തന്നെ ഗൈസ്. ഇതേ സൈഡിൽ ഞാൻ മറ്റേ പറഞ്ഞില്ലേ പുതിയൊരു വഴി വരുന്നുണ്ട്. ഇതേ ആ വഴി അവിടെ പണിതുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അതിൽ നെക്സ്റ്റ് ട്രിപ്പ് നമ്മളിവിടെ വരുമ്പോഴത്തേക്കിന് കിടിലം വഴി ആവുമായിരിക്കും ഉറപ്പാണ് ഗൈസ്, ആവുമായിരിക്കും. ചെറുതായിട്ട് ഇടിച്ചു. സോറി ചേട്ടാ, സോറി. ചെറുതായിട്ടൊന്ന് ഇടിച്ചിട്ടുണ്ട്. ഇയാൾ മാറി തരുന്നില്ലല്ലോ ഫ്രണ്ടിൽ പോകുന്നു. ഈ പുള്ളിക്കാരൻ മാറി തന്നിട്ട് നമുക്ക് കയറാമായിരുന്നു. കയറിയാലോ. ഇടിക്കുമെന്ന് പേടിയാ ഗൈസ്. അപ്പോഴത്തൊന്നും വണ്ടി വന്നില്ലായിരുന്നു. ഇപ്പോൾ ഓവർടേക്ക് കയറായിരുന്നു. വണ്ടിക്കാരൊക്കെ പൊക്കോട്ടോ, ഒന്നും സ്പോട്ടിൽ കയറണം. ഓക്കെ സ്പീഡ് കൂട്ടിക്കോ. ഇടിച്ചു. ഓക്കെ, ചെറുതായിട്ടൊന്ന് ഇടിച്ചു. പേടിക്കാനൊന്നുമില്ല.
ലൈഫൊന്നും അധികം പോയിട്ടില്ല ഗൈസ്, പേടിക്കണ്ട. ഓക്കെ, ഇടിക്കില്ല. കൺട്രോൾ മൊത്തം പോയി. ഇല്ല, കുഴപ്പമില്ല. ഇടിക്കരുത് കേസ്. എന്നെ പറ്റിയെന്ന് അറിയത്തില്ല, കൺട്രോൾ മൊത്തം പോയി. ഓക്കെ, മഴ നിന്നിട്ടുണ്ട്. ഇയാളൊന്ന് ഓവർടേക്ക് കേട്ടോ. ഓക്കെ, ആരുള്ളൂ ഗായ്സ്. അപ്പോൾ നമ്മളിത് അയാളെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇവരെ കൊണ്ടൊക്കെ ഗൈസ് നമ്മുടെ സിറ്റിയിലെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവരെ എടുത്ത ഒരു സ്ഥലത്തേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാം ഗൈസ്. അപ്പോൾ ഇവരെ എടുത്തത് ഇവിടെ നിന്നായിരുന്നു, വഴി കൂടെ മറന്നുപോയി. കുഴപ്പമില്ല, നമുക്ക് പോയി നോക്കാം എവിടെയെങ്കിലും. ഗൈസ് ഇവിടുന്ന്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നേരെയാണ്. ഇവിടുന്ന് നേരെ പോയിട്ടൊരു വഴിയുണ്ട് ഗൈസ്. ട്രാഫിക്കാണോ? ഓക്കെ, അപ്പോൾ നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ പക്ഷെ അവിടെ ട്രാഫിക് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് വിട്ടെ. കുറേ നേരം അവിടെ നിന്ന് ഞാൻ നിന്നു, അതുകൊണ്ടാണ് ഗൈസ്. പക്ഷെ ഇത് സൈഡിൽ ഇവിടെയും ഇത് എന്തോ കളിക്കാനുള്ള, മറ്റേ ഫുട്ബോൾ കളിക്കാനുള്ള സ്പോട്ടാണ് ഗൈസ് സൈഡിൽ. ഇവിടെ നിന്നൊരു ബൈക്കുകാരൻ വരുന്നുണ്ട്. വേണ്ട, പാവം ഇടിച്ചില്ല ഗൈസ്. വേറെ വണ്ടിയൊന്നും വന്നില്ല. ഓക്കെ, നമ്മളിത് ഇവരെ എടുത്ത സ്ഥലത്തൊന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവരെ കൊണ്ട് എവിടെ ഇറക്കി വിടാം. നല്ല കിടിലോടെ നമുക്ക് വണ്ടി വളയ്ക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമുക്കിനി അവിടെ കൊണ്ടുപോയി നിർത്തി വിടാം. ഇവരെ ഇറങ്ങട്ടെ. എന്നിട്ട് നമ്മൾ പൈസ വാങ്ങിച്ച് നമ്മൾ തിരിച്ചു പോകും ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യണം ഗൈസ്. ഓക്കെ, ബൈ.